ശാന്തി. പരമാത്മാവ് എങ്ങനെയാണ് സൃഷ്ടി രചിച്ചത് എന്ന ചോദ്യം വളരെ പേർ ചോദിക്കാറുണ്ട്. ആദിയിൽ ഏതു മനുഷ്യനാണ് രചിക്കപ്പെട്ടത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമം, രൂപം അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതായത് പരമാത്മാവ് ആദ്യ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെയാണ് ചെയ്തത്. ആദ്യത്തെ മനുഷ്യനായ ബ്രഹ്മാവിനെ രചിച്ചു. പരമാത്മാവ് സൃഷ്ടിയുടെ ആദി രചിച്ചുവെങ്കിൽ തീർച്ചയായും ഈ സൃഷ്ടിയിൽ തൻ്റെ പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്. പരമാത്മാവ് എങ്ങനെയായിരിക്കും പാർട്ട് അഭിനയിച്ചത്? ആദ്യം പരമാത്മാ സൃഷ്ടി രചിച്ചു. അതിലുമാദ്യം ബ്രഹ്മാവിനെ രചിച്ചു. എന്നുവെച്ചാൽ ആദ്യം ബ്രഹ്മാവിൻ്റെ പവിത്ര ആത്മാവുണ്ടായി. അദ്ദേഹം പിന്നെ പോയി ശ്രീകൃഷ്ണനായി. ആ ശരീരത്തിലൂടെയാണ് പിന്നെ ദേവീ ദേവതകളുടെ സൃഷ്ടിയുടെ സ്ഥാപന ഉണ്ടായത്. ദൈവിക സൃഷ്ടിയുടെ രചന ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെയാണ് ചെയ്തത്. എങ്കിൽ ദേവീ ദേവതകളുടെ ആദി പിതാവ് ബ്രഹ്മാവ് തന്നെയാണ്. ബ്രഹ്മാവാണ് ശ്രീകൃഷ്ണനാകുന്നത്. അതേ ശ്രീകൃഷ്ണന്റെ പിന്നീടുള്ള അന്തിമ ജന്മത്തിലേതാണ് ബ്രഹ്മാവിൻ്റെ ശരീരം. ഇങ്ങനെയാണ് സൃഷ്ടിയുടെ നിയമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ആത്മാവ് സുഖത്തിൻ്റെ പാർട്ട് പൂർത്തീകരിച്ച് അതിനുശേഷം ദുഃഖത്തിൻ്റെ പാർട്ടിലേക്ക് വരുന്നു. അങ്ങനെ രജോ തമോ അവസ്ഥകൾ മറികടന്ന് പിന്നെ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകുന്നു. അപ്പോൾ നമ്മൾ ബ്രഹ്മവംശിയിൽ നിന്നും ശിവവംശി, സത്യമായ ബ്രാഹ്മണരാകുന്നു. ബ്രഹ്മാവിലൂടെ അവിനാശി ജ്ഞാനം നേടി പവിത്രമാകുന്നവരെയാണ് ബ്രഹ്മവംശികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടിയുടെ ആദ്യ പിതാവ് ബ്രഹ്മബാബയാണെന്ന് തെളിയിക്കപ്പെടുന്നു. ഓം ശാന്തി.